ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മളുടെ അടയ്ക്ക പൊളിക്കാൻ കൊണ്ടുവന്നതാണ്. ഞാൻ എല്ലാ വർഷവും ഇവിടെ എൻ്റെ ജോലിക്കാരും ഞാനും എല്ലാവരും കൂടിയിട്ട് വീട്ടിൽ എന്നെ തല്ലി പൊട്ടിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം നമ്മളത് ഒരു അടയ്ക്ക പൊളിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അടയ്ക്കയൊക്കെയും ചാക്കിൽ കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അടയ്ക്ക പൊളിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ഥലം. പരിയാരം പൂവത്തിങ്കലാണ് ഈ സ്ഥലമുള്ളത്. ഈ ഇരിക്കുന്ന ചേട്ടനാണ് അതിൻ്റെ ഓണർ. അപ്പോൾ ഇതിൻ്റെ ഉൾക്കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇത് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം തരംതിരിച്ച് തരുന്നതിനാണ് കിലോ 25 രൂപ. അല്ലെങ്കിൽ പൊളിച്ചു തരുന്നതിന് മാത്രമാണെങ്കിൽ കിലോ 20 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ തോട് ഈ കുഴൽ വഴി ഒരു റൂമിലാണ് വന്ന് വീഴുന്നത്. അവിടെ ഭയങ്കര പൊടിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഓരോന്നായിട്ട് ഈ ഒരു പല്ലുകളുടെ ഇടയിലേക്ക് വീഴുകയാണ്. അതിൽ നിന്നും അത് പല്ലുകൾ പോലെ മുള്ളു പോലെയാണ് നിൽക്കുന്നത്. അതിൽ നിന്നും പറിച്ച് മാറുന്നു. രണ്ടായിട്ട് തരംതിരിച്ച് അതിലുള്ള റൗണ്ട് പല വലുപ്പത്തിലുള്ള ഹോൾസ് ഉണ്ട്. അതിൽ കൂടെ ക്ലീനായത് താഴേക്ക് വീഴുന്നു. തൊണ്ടോട് കൂടിയുള്ളത് വേർതിരിഞ്ഞ് വേറൊരു കൊട്ടയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെയാണ് ഇത് തരംതിരിയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ ഒരു പാത്രത്തിലേക്ക് അത്യാവശ്യം ക്ലീനായിട്ടുള്ള അടയ്ക്കകൾ എടുത്തിട്ടിട്ട് അതിൻ്റെ പുറംവശം ഒന്നും കൂടെ മിനുക്കിയെടുക്കുക എന്നുള്ളതാണ്. തോട് അവശേഷിക്കുന്നതും മൊരിയായിട്ടിരിക്കുന്നതും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീനായിട്ട് വരും. ഒരു സ്ത്രീ 8-10 ചാക്ക് അടയ്ക്കയുമായിട്ട് ഒരു കാറിൽ തന്നേക്ക് വന്ന് അടയ്ക്ക പൊളിക്കാനായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ അത് കണ്ടവർക്കും വന്നു പോയവർക്കും തെൻ്റെ ഒരു അതിശയം മുഖത്ത് ഞാൻ കാണാതിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നമ്മുടെ ഗംഗയുടെ ഡയലോഗായിരുന്നു, എന്താ ഞാൻ വന്നാൽ, എന്താ ഞാൻ പോയാൽ, ആ ഒരു സ്റ്റൈൽ. പക്ഷേ കടയിലെ ചേട്ടന്മാർ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അവർ ചാക്ക് ഇറക്കി വെക്കാനും ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറ്റി തരാനും എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. 8 ചാക്കോളം ക്ലീൻ ചെയ്യാനായിട്ട് ആകെ 2 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.